പോയിക്കോ. നല്ല വെള്ളം. ഇന്ന് നമ്മള് കൗയായിലുള്ളൊരു ചെറിയൊരു വാട്ടർഫാൾസ് കാണാൻ വന്നിട്ടുള്ളത്. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. വെക്ക് അങ്ങായില് തയക്കിച്ചോക്ക്. ആ അതല്ലേ അങ്ങോട്ട് അങ്ങോട്ടുള്ളോട്ട് കിട്ടിക്കോ. അതടിന്ന് വച്ചേക്കുന്ന നല്ല വെള്ളം. നമുക്ക് തുള്ളാലോ. നല്ല വെള്ളം. ഇപ്പൊ താഴോട്ട് നോക്കിയാൽ തന്നെ ആണ് അവിടെ കുറെ ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. കുറെ ആൾക്കാർ കരമെന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് പോവാന്ന്. ഈ സൈഡിൽ ഇതേപോലത്തെ കുറെ ഷോപ്പെല്ലാം ഉണ്ട്. കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷോപ്പുണ്ട്. പിന്നെ ഐസ്ക്രീം, ജ്യൂസ്, പിന്നെ കോണ് അതൊക്കെ വെക്കുന്ന ഷോപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി. വെള്ളം കുറച്ച് ശോകമാണ്, കാരണം വലിയ ക്ലിയർ ഒന്നുമില്ല. പക്ഷെ എല്ലാവരും കുളിക്കുന്നൊക്കെ ഉണ്ട്, കുളിക്കാനൊക്കെ പറ്റും. പിന്നെ ആ സൈഡിൽ ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുമ്പിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് അവർ ഫുള്ള് ഒരേ കളി. പിന്നെ അങ്ങനെ നമ്മൾ അവരെ ഇതൊക്കെ നോക്കി കുറേ നേരം നിന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ വെള്ളത്തിൽ കഴിഞ്ഞാൽ എന്തായാലും നല്ലോണം വിശക്കും. കുറച്ച് കളിച്ചപ്പാടും എന്തായാലും വിശക്കും. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇറങ്ങുക. അപ്പോഴേക്കും കുറച്ച് വൈകുന്നേരം ആവും, വെയിലൊക്കെ കുറച്ച് കുറയല്ലോ വെച്ചിട്ട് നമ്മളവിടെ കരക്കിരുന്നിട്ട് ഇവരെ നീന്തുന്നൊക്കെ നോക്കുകയാണ്. ചെറുതങ്ങളാ ഒരാൾ തുള്ളാൻ നിൽക്കുന്നത്. അയാള് നിങ്ങളെ അഭിപ്രായം തുള്ളില്ല. നമുക്ക് പോയി തുള്ളിയാലോ. നമുക്ക് ഫുഡ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കാര്യ ചെറുത് ഈ പിള്ളമാറും ഫുള്ള് വളർന്നതല്ലോ. അത് കാര്യോ ആ ചെറുത് മാറ്റത്. ഈ പിള്ളമാരെല്ലാം ഇവിടുന്ന് കുറേ നേരം കളിച്ചതിന് ശേഷം നേരെ ആ പാറേൻ്റെ മുകളിൽ കയറിയിട്ട് നിൽക്കുന്നുണ്ട്. ആടുന്ന് എല്ലാവരും ഓരോരുത്തരായിട്ട് തുള്ളാൻ പോവാന്ന്. അതിൻ്റെ താഴെ നല്ലോണം ആഴമുണ്ട്, കാരണം നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ആടുന്ന് തുള്ളാൻ പറ്റൂ. അതിൻ്റെ അടിയിൽ നല്ല ആഴമുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ആഴം കുറവാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ തുള്ളു. അപ്പോൾ നമുക്ക് കാണാം. അടുത്ത ആള് റെഡി.
അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാന്ന്. ആ സാധനം ചിക്കനും അത് കപ്പക്കായി. ഇത് പന്നിയല്ലേ? പന്നിയോ ചിക്കൻ? ചിക്കൻ ചോറ്. എല്ലാവരും വെള്ളത്തിൽ തുള്ളുന്നു, നമ്മൾ തലമേറിന്നിട്ട് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഫുഡിനായിട്ട് ചോറും ചിക്കൻ പൊരിച്ചതും പിന്നെ അതിൻ്റെ കൂടെ ഒരു സോസും പിന്നെ ചിക്കൻ തന്നെ വേറെ ഡിഷും കൂടി ഉണ്ടായിന്. ഇതേപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഇതേപോലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബായിരുന്നു. വെള്ളച്ചാട്ടം ഫുഡും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് അപ്പോഴേക്കും കുറച്ച് വൈകുന്നേരമായി. വെയിലൊക്കെ അത്യാവശ്യം കുറഞ്ഞു. അങ്ങനെ ഞാനും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാന്ന്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനെന്താ ഈ കളിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങിയത്. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തൊക്കെ കളിക്കുന്നുണ്ട്. ഒരാൾ അതിന്റെ വീട്ടിൽ കയറി തുള്ളാൻ പോവാന്ന്. ഈ സൈഡിലേക്ക് കൂടെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നല്ല പാടാണ്. കാരണം നല്ല പോലെ വഴുക്കലുണ്ട്. അങ്ങനെ എങ്ങനെയല്ലോ കയറുന്നുണ്ടായിരുന്നു ഏട്ടൻ. ആടപ്പോയി ഇരിക്കുകയായിരുന്നു. ഈ പിള്ളമാരെ രണ്ടാമത്തെ ട്രിപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ഒരു കമൻറ്റും കൂടി ഇട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.